പല സ്റ്റാർട്ടപ്സും കേരളത്തിലേക്ക് വരുന്നത്. അവർ മലയാളീസ് ആയാലും മലയാളീസ് അല്ലെങ്കിലും അവരിവിടെ വ്യവസായങ്ങൾ തുടങ്ങാനായിട്ട് മുന്നോട്ട് വരുന്നത് ഇറ്റ് ഈസ് എ റാഷണൽ ഡിസിഷൻ. അതിൽ വേറെ ഇമോഷനൊന്നും എൻ്റെ ആവശ്യമില്ല. ഇനിയും എൻ്റെ നാടാണ്, എൻ്റെ ഇതിൽ. അപ്പോൾ അതൊക്കെ ഡെഫിനറ്റ്ലി അതിനൊരു ഒരു ഒരു പങ്കുണ്ട്. പക്ഷേ ഇന്നത് ഇങ്ങനെ ചില നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസിന് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കിയാൽ ഈ എല്ലാ ഒരു റാഷണൽ വിധത്തിൽ താരതമ്യപ്പെടുത്തിയാൽ തന്നെ ആ ചെക്ക് ലിസ്റ്റിൽ കേരളം കേരളത്തിനൊരു ഉയർന്ന സ്ഥാനം പിടിച്ച് എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ആണ് ഇപ്പം ഇതുവരെ ഇപ്പം കഴിഞ്ഞ 5-10 വർഷത്തിൽ കേരളത്തിൽ വിജയകരമായിട്ട് തുടങ്ങി നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഈ സാങ്കേതിക ഹൈ വാല്യൂ ആഡഡ് മോഡേൺ ഇൻഡസ്ട്രീസും സർവീസസിൻ്റെയും ഒരു എന്താ പ്രൂഫാണ് ദാറ്റ് കേരളം ഇപ്പോൾ ഒരു നല്ലൊരു ലൊക്കേഷനായിട്ട് മാറിയിരിക്കുകയാണ് ഫോർ ബിസിനസ്. ഞാൻ ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മൾ കൃഷ്ണ ഇള ഭാരത് ബയോടെക്കിൻ്റെ അദ്ദേഹം ഇപ്പോൾ പുതിയ യൂണിറ്റ് പെരുമ്പാവൂർ കല്ലിടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം കോവാക്സിൻ നിർമ്മിതാക്കളാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എനിക്ക് 7 ദിവസം കൊണ്ട് എല്ലാം ലാൻഡ് അലോട്ട്മെൻ്റ് എല്ലാം കിട്ടി. പക്ഷെ ഞാൻ ഇവിടെ തുടങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഹൈദരാബാദിലും അതുപോലെ ദുബായിലെത്തിയപ്പോൾ കുറച്ച് മലയാളികൾ വന്നിട്ട് ചോദിച്ചു, വെറുതെ എന്തിനാ ഈ അപകടത്തിൽ പോയി ചാടണമെന്ന് ചോദിച്ചു. അങ്ങനെ ആരെങ്കിലും അന്ന് ഉപദേശിക്കാനുണ്ടായിരുന്നു? അങ്ങനെ ഒരുപാട് പേര് എന്നെ ഉപദേശിച്ചതാണ്. അപ്പോൾ അന്ന് പലരും പറഞ്ഞത് ഈ പല പരിമിതികളും ഉണ്ടായിരുന്നു എൻ്റെ വ്യവസായ സംരംഭത്തിന്. ആദ്യമായിട്ടുള്ള ഞാൻ തന്നെ ഒരു ബിസിനസ്സുമായിട്ട് യാതൊരു പരിചയം ഇല്ലാത്ത 6 വർഷം IAS-ൽ ഒരു യങ് ഓഫീസറായിട്ടിരുന്ന 30-30ാമത്തെ വയസ്സിൽ ഇങ്ങനെ രാജിവെക്കണമെന്ന് ബുദ്ധിമോശം തോന്നിയ ഒരു സംരംഭകൻ. ആൻഡ് നോട്ട് ഫ്രം എ ബിസിനസ് ഫാമിലി. പിന്നെ അൺട്രൈഡ് ആയിട്ടുള്ള ഒരു പുതിയ സാങ്കേതിക വിദ്യ, ഒരു ആർക്കും വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരു പുതിയ മേഖലയായിരുന്നു, കംപ്ലീറ്റ്ലി ന്യൂ. അപ്പോൾ ഇത്രയും പരിമിതികൾ വെച്ചിട്ട് അവർ പറഞ്ഞു, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിങ്ങൾ കൊണ്ടുവന്ന് ഈ സ്ഥാപനം കേരളത്തിലേക്ക് കൊണ്ടുവന്നോ, അതോടുകൂടി ഇത് പോക്കാണെന്ന് അന്ന് പലരും പക്ഷേ ഞാനത് അത്ര വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് എടുത്തില്ല. ബിക്കോസ് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ അന്ന് നേരിട്ടതുകൊണ്ട് വി വർ ഓൾ ബിസി ലുക്കിംഗ് ആഫ്റ്റർ ഓൾ ദാറ്റ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ദാറ്റ് പെർസെപ്ഷൻ അന്നുണ്ടായിരുന്നു. ഇങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ ഇവിടെ ഒരു വ്യവസായം കൊണ്ടുവരരുത്, ബിക്കോസ് അത് അപകടമാണ്. നല്ല വെൽവിഷേഴ്സാണ് ഇത് പറയുന്നത്, അല്ലാതെ വേറെ എന്തെങ്കിലും ദുരുദ്ദേശം കൊണ്ടൊന്നുമല്ല.